വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. എടാ നീ ഇതോടെ പോണു? എടാ ഞാനൊന്ന് ഇലക്ട്രിസിറ്റി ബില്ലടക്കാൻ പോണു. നീയൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കണത്? എന്താടാ ഈടാ ഫോൺ എടുത്ത് 2-3 കുത്തിയ പോരെ? ഇലക്ട്രിസിറ്റി ബില്ലി, വാട്ടർ ബില്ലി, ഏത് ബില്ല് അടക്കാൻ പറ്റാത്തത്? എടാ നിന്നെ പോലെയുള്ള ആളുകളാണ് പുതുതലമുറയുടെ ആരോഗ്യവും സുഹൃത്ത് ബന്ധങ്ങളും നശിപ്പിക്കുന്നത്. എടാ വീട്ടിലിരുന്ന് മൊബൈലിൽ കുത്തി എല്ലാ കാര്യങ്ങളും നടത്തി വീട്ടിൽ തന്നെ കുത്തിയിരുന്നാ മതിയോ? ദാ ഇപ്പൊ ഞാൻ ഈ ബില്ലടക്കാൻ പോയതുകൊണ്ടല്ലേ നിന്നെ പോലെ ഒരുത്തനുമായിട്ട് ഇവിടെ നിന്ന് ഈ വക കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയത്. ഓ മതി മതി. എന്താ ഞാൻ ഒരു അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ്. അങ്ങനെ പറയും. ചില ആളുകൾക്ക് ഈ വക കാര്യങ്ങൾ ഓപ്പറേറ്റ് അറിയാൻ പറ്റില്ല. ഓ അങ്ങനെ വല്ലതാണെന്ന് സംശയിച്ചു. എന്തോ എന്നാ അങ്ങനെയല്ല, എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം. എനിക്ക് മനസ്സിലായി. എടാ നീ നാളെ ഉണ്ടാവുമെന്ന് സണ്ണിച്ചോട് പറഞ്ഞാർന്ന? നീ ട്രാക്ക് മാറ്റണ്ട, എനിക്ക് മൊബൈലിലേ അത്യാവശ്യം കാര്യങ്ങൾ അറിയാം, മനസ്സിലായ? പിന്നെ സണ്ണിച്ചന്റെ കാര്യം, കഴിഞ്ഞ ദിവസം പണി കഴിഞ്ഞ് പോരുമ്പോ ഞാൻ പറഞ്ഞിട്ടാ പോകുന്നത് ഞാൻ നാളെ ഉണ്ടാകില്ലെന്ന്, അറിയോ? പറഞ്ഞായിരുന്നു. നിനക്ക് നാളെ കഴിഞ്ഞ് പുതിയ സൈറ്റിലാണല്ലേ? അതെ. നാളെ കഴിഞ്ഞ് ഞാനും വരുന്നുണ്ടാകും. പിന്നെ കഴിഞ്ഞ ദിവസത്തെ കാര്യം നീ അറിഞ്ഞില്ലടാ? എന്താണ്? എടാ കഴിഞ്ഞ ദിവസം പണി കഴിഞ്ഞ് പോകാതെ സാറ സൈറ്റിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കണം. എന്തിന്? അല്ല, ഈ അന്തോണിച്ചേട്ടൻ പണി കഴിഞ്ഞു വരുമ്പോ കൂട്ടിക്കൊണ്ടുപോകാൻ നിൽക്കണേന്നാണ് പറഞ്ഞത്. അല്ല ഞാൻ പോരുമ്പോ ഈ സണ്ണിച്ചേട്ടനും സാറേ മാത്രമേ ഉള്ളു. അതിന് ഓ എന്റെ പൊന്നോ, ഇങ്ങനക്ക് 100 ആയുസാണല്ലോ. സണ്ണിച്ചേട്ടനല്ലേ വന്നത്? അതല്ലേ 100 ആയുസാണെന്ന് പറഞ്ഞത്. എന്താണ് രണ്ടുപേരും കൂടി? സണ്ണിച്ചേട്ടാ അല്ല എവിടെയെങ്കിലും പോവാണോ? ഏയ് ഞങ്ങളിപ്പോ ഇവിടെ വെച്ച് കണ്ടതാ. അതെ, ചേട്ടന്റെ കാര്യമാണ് ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞിരുന്നത്. എന്ത് കാര്യ അത്? എടാ പറയടാ. അല്ല ഏട്ടാ, അതേ ഞാൻ നാളെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ. അത് നീ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. അല്ല പിന്നെ സാറേ ഇപ്പൊ പോയി ഏട്ടാ? അല്ല ഞാൻ പോരുമ്പോ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടായിരുന്നല്ലോ. അല്ല അന്തോണിച്ചേട്ടൻ വന്നോ? അല്ലെങ്കിൽ സാറേ ഞാൻ ചേട്ടൻ കൊണ്ട് വീട്ടിലാക്കി. അതെ, അവൻ അന്തോണി വരാൻ കുറച്ച് വൈകി. വണ്ടി കേടായിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ശരിയാക്കിയിട്ട് അവൻ വന്നത്. എടാ എന്നാ പിന്നെ ഞങ്ങൾ ചെല്ലട്ടെ, ആ കടയിലെ കുറച്ച് തയ്ക്കാൻ കൊടുക്കാനുണ്ട്. അപ്പൊ ശരിടാ. ശരി. നീ എന്ത് ഭർത്താവോടെ പറഞ്ഞത്? എന്താടാ? എടാ അങ്ങേരുടെ ഭാര്യ നിൽക്കുമ്പോഴാണോ സാറ പോയോ, അന്തോണി വന്നോ, അതോ ചേട്ടൻ കൊണ്ട് ആക്കിയോ എന്നൊക്കെ ചോദിക്കണത്? എന്താടാ വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലാത്തവർക്കും കുഴപ്പം തോന്നൂലേ? ഇതിപ്പോ നീ കുടുംബം കലക്കണ പരിപാടിയാണ് കാണിച്ചത്. ഇനി ഇതിപ്പോ എന്തൊക്കെ ആവും. ഒരു വർത്താനം പറയാൻ കണ്ട നേരം. നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ്, എന്നാൽ മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല. തീത്തോസ് 1-ാം അധ്യായം 15-ാം വാക്യം. അല്ല നീ ഇതുവരെ പോയില്ലേ? ഇല്ല ഏട്ടാ. ഞാൻ നിന്നെ ഒന്ന് വിളിക്കണമെന്ന് ഇങ്ങോട്ട് വരുന്ന വഴി ആലോചിച്ചുള്ളൂ. എന്തു പറ്റി ഏട്ടാ? അല്ല
നീ നാളെ പുതിയ വർക്ക്ഷൈറ്റിൽ നിന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതെ. അത് വേണ്ട. ആ നാളെ ഓവർബ്രിഡ്ജിനടുത്തുള്ള സൈറ്റിലേക്ക് പൊക്കോ. എന്നാ അങ്ങനെ ചെയ്തോളാം. ആ. എന്തുകൂടി ചേട്ടാ പെട്ടെന്നൊരു മാറ്റം? ഏയ് വേറൊന്നുമല്ല, അവിടെ നാളെ കൂടി നിന്നാലേ ആ മറ്റന്നാ വാർക്ക നടത്താലോ, അതുകൊണ്ടാ. അതങ്ങനെ ആയിക്കോട്ടെ ചേട്ടാ. ആ ഞാനൊന്ന് തനിച്ച് ചേട്ടനെ കാണണമെന്ന് വിചാരിച്ചുള്ളൂ. ദേ, ലീവിൻ്റെ കാര്യമാണെങ്കിൽ പറയണ്ട കേട്ടോ. അതൊന്നുമല്ല ചേട്ടാ. എന്താടാ, കാശ് വല്ലതും വേണം? അതിനൊന്നുമല്ല. പിന്നെന്താണ് എന്നെ തനിച്ച് കാണണമെന്ന് പറഞ്ഞത്? ചേട്ടൻ നിങ്ങൾ വന്നേ. എൻ്റെ ചേട്ടാ, നമ്മൾ ജീവിതത്തിൽ നിസ്സാരമെന്ന് കരുതുന്ന കാര്യം അല്ലെങ്കിൽ ശ്രദ്ധിക്കാണ്ട് പോയ കാര്യങ്ങൾ ചിലപ്പോൾ ജീവിതം കുട്ടിച്ചോറാക്കി കളയും. ഇതെന്താടാ ഒരു വലിയ വർത്താനം? ദേ, വല്ലതും പറയാനുണ്ടെങ്കിലേ നേരെ ചൊവ്വേ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയെ പറയും, അല്ലാതെ അവിടെ എവിടെയും തൊടാതെയുള്ള ഈ ബുദ്ധിജീവി സംസാരം വേണ്ട. അത് ജോർജ് ചേട്ടനും ഭാര്യയും നിൽക്കുമ്പോൾ അങ്ങനെ സംസാരിച്ച കാര്യം പറയുമായിരുന്നു ഞാൻ. ഞാനും ഭാര്യയും നിൽക്കുമ്പോൾ ജോർജ് എന്ത് സംസാരിച്ചു? അവൻ നാളെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അത് ചേട്ടൻ്റെ ജീവിതമായിട്ട് എന്താ ബന്ധം? ശരിയാണല്ലോ, അവൻ നാളെ ലീവ് എടുത്താ എൻ്റെ ജീവിതം എങ്ങനെ കുട്ടിച്ചോറാകുന്നത്? ഇപ്പൊ ചേട്ടൻ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന്റെ പാതി വഴിയിലെത്തിയിട്ടുണ്ട്. എടാ, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, സാധാരണ വ്യത്യസ്തമായൊരു സംസാരേ. എനിക്കൊരു കുഴപ്പമില്ല. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ അസാധാരണ കാര്യങ്ങൾ ഉണ്ടായാൽ വ്യത്യസ്തമായിട്ട് സംസാരിക്കണ്ടേ? അത് സംസാരിക്കണം. ആ അതിനിപ്പോ ജോർജിന്റെ സംസാരത്തിൽ എന്താ അസാധാരണ കാര്യം ഉണ്ടായത്? കണ്ടോ, ചേട്ടൻ അത് ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷേ ചേട്ടന്റെ ഭാര്യ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചേട്ടാ, ആ മെയ്സൺ അന്തോണി ചേട്ടൻ്റെ ഭാര്യ സാറിയുടെ കാര്യം ജോർജി ചേട്ടൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞോ? ഓ, അതാണോ കാര്യം? സാറ ജോലി കഴിഞ്ഞ് പോകാതെ അന്തോണി വരുന്നത് വരെ നമ്മുടെ വർക്ക്ഷൈറ്റിൽ അന്തോണിയെ കാത്തു നിന്നതോ? ചേട്ടൻ ഇത്രയ്ക്ക് ശുദ്ധനായി പോയല്ലോ. എന്താ? ഒടുവിൽ അവൻ ചോദിച്ചില്ലേ, സാറ് എപ്പോൾ പോയി ചേട്ടാ? അവസാനം ഞാൻ പോരുമ്പോൾ നിങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അന്തോണി ചേട്ടൻ എപ്പോൾ വന്നു? അതോ ചേട്ടൻ കൊണ്ട് ആക്കിയോന്നൊക്കെ? ഓ, അപ്പം തന്നെ ഞാൻ മറുപടിയും പറഞ്ഞല്ലോ. അന്തോണി വന്ന് കൂട്ടിക്കൊണ്ടുപോയി, അവൻ്റെ വണ്ടി കേടായിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ശരിയാക്കാൻ നിന്ന സമയം പോയതെന്നൊക്കെ. ചേട്ടൻ്റെ ഭാഗത്തെല്ലാം ഓക്കെയാണ്, പക്ഷെ ഞാൻ പറയുന്നു ചേട്ടൻ്റെ ഭാര്യ ഓക്കെ ആയിരിക്കില്ലെന്ന്. ആ, അവരൊരിക്കലും ഓക്കെ ആയിരിക്കില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങൾ. മനസ്സിലായില്ല? ഞാൻ മനസ്സിലാക്കി തരാം. ജോലി കഴിഞ്ഞ് വർക്ക് സൈറ്റിൽ നിന്നും എല്ലാവരും പോയി കഴിഞ്ഞു, പക്ഷേ ഹെൽപ്പറായ സാറ പോകാതെ കരാറ് പണിക്കാരുമായി തനിച്ച് ഭർത്താവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അതിന് ഞാൻ അവൻ അന്തോണി വരുന്നവരെ കൂട്ടു നിന്നല്ലേ ഉള്ളൂ. സത്യം അതാണ്. പക്ഷേ ചേട്ടൻ്റെ ഭാര്യയുടെ മനസ്സിൽ ഇക്കാര്യത്തിൽ സത്യത്തിൻ്റെ മുഖം വികൃതമായിരിക്കും. എന്നുവെച്ചാ ചേട്ടൻ അവർ സംശയിക്കും. നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റി നടക്കുന്നു. അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴിപിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു. സുഭാഷിതങ്ങൾ 6-ാം അധ്യായം 12-14 വാക്യങ്ങൾ. ഇതാണോ? എടാ, എൻ്റെ ഭാര്യ ഇതുപോലുള്ള സില്ലി കാര്യങ്ങൾക്കൊക്കെ സംശയിക്കുകയും ചോദ്യം ചെയ്ത് വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ആളൊന്നുമല്ല. എന്നെ എൻ്റെ ഭാര്യയ്ക്ക് നന്നായിട്ടറിയാം. ആയിരിക്കാം,
ഇന്നോ നാളെയോ ചോദിക്കില്ലായിരിക്കാം. പക്ഷേ ഈ കേട്ട കാര്യം അവരുടെ മനസ്സിൽ കിടക്കും. ആ ദിവസം എല്ലാവരും പണി കഴിഞ്ഞ് പോയ സമയം നിങ്ങൾ മാത്രം ഇതിങ്ങനെ മനസ്സിൽ കിടന്ന് കനല് പോലെ മിന്നിയും അണഞ്ഞും ഇരിക്കും. ഒരു ദിവസം ഇതൊരു അഗ്നിപർവ്വതം പൊട്ടുന്ന പോലെ പൊട്ടും. അതിനു മുമ്പ് ഈ ചെറിയ കനലിനെ വേരോട് പിഴുതെടുത്ത് ഒരൊറ്റയേറ്. പിന്നെ ചേട്ടൻ്റെ ഭാര്യയുടെ മനസ്സ് നല്ല തെളിനീര് ശേഖരിച്ച് വെച്ചിരിക്കുന്ന മാർബിൾ കുടം പോലെ ഇരിക്കും. ഇതൊരു അനുജൻ്റെ വാക്കുകളായി കണ്ട് അങ്ങനെ വല്ല കൊണിഷ്ടും ഭാര്യയുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റുക. സുനാമി ആകാൻ, അഗ്നിപർവ്വതമാകാൻ കാക്കരുത്. ശുദ്ധഗതിക്കാരൻ എന്തും വിശ്വസിക്കുന്നു, ബുദ്ധിമാൻ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ വയ്ക്കുന്നു. സുഭാഷിതങ്ങൾ 14-ാം അധ്യായം 15-ാം വാക്യം. ഇനിയിപ്പോൾ അവൻ ആൻഡോ പറഞ്ഞതുപോലെ വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാറുള്ളതാണല്ലോ, ചായ വേണോ വെള്ളം വേണോ എന്നൊക്കെ. എന്താണ് ഇത്ര ആലോചന? ഒന്നുമില്ല. നീ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ, വല്ലാത്ത ദാഹം. ഛേ, ഇതിപ്പോ എങ്ങനെ ചോദിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട. വേണ്ടെന്നോ? എങ്കി പിന്നെ വെള്ളം ചോദിച്ചത് എന്തിനാ? അല്ല, വെള്ളം വേണ്ടെന്നല്ല. പിന്നെ അത് ഒന്നുമില്ല. നീ വെള്ളം കൊണ്ട് തന്നെ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, പെരുമാറ്റത്തിൽ എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നി. ചായ വല്ലതും വേണോ? നീ എന്താ വെള്ളം വേണോ ചായ വേണോ എന്നൊക്കെ ഞാൻ ആദ്യം വന്നപ്പോ തന്നെ ചോദിക്കാതിരുന്നത്? ഓ, അതാണോ കാര്യം? ഞാൻ ബാക്കിയുള്ള തുണി കൂടി വാഷിംഗ് മെഷീനിൽ ഇടണോ വേണ്ടേ ഒന്ന് ആലോചിച്ച് നിന്നപ്പോളാ ചേട്ടൻ വന്നത്. അതാ ചോദിക്കാതിരുന്നത്. അതെ, ഇതെവിടെ പോയി? എന്താണ് ചേട്ടാ? ചേട്ടൻ എന്തു പറ്റി ചേട്ടാ?
ഏയ് ഒന്നുമില്ല. ഒന്നുമില്ലെന്നാ? വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലുള്ളത് തുറന്നു പറയേട്ടാ. ദേ ആനി, എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല. എന്ത് തെറ്റ്? ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പം മനസ്സിൽ ചെറിയൊരു സംശയം ഉണ്ടാവും. അത് നീ തുറന്നു ചോദിക്കുകയും ഞാൻ സത്യസന്ധമായി മറുപടി പറയുകയും ചെയ്താൽ ദേ ഇവിടെ തീരാവുന്ന പ്രശ്നമുള്ളൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ കർത്താവേ. എടി, എന്നെ നിനക്ക് ഏതെങ്കിലും രീതിയിൽ ചെറിയൊരു സംശയമെങ്കിലും ഉണ്ടോ? ഇല്ല. എങ്കിൽ പ്രശ്നമില്ല. പ്രശ്നമില്ലെന്നാ? എനിക്ക് ചേട്ടന് എന്ത് കാര്യത്തിൽ സംശയം ഉണ്ടെന്നാ ചേട്ടന് തോന്നിയത്? അത് ഒന്നുമില്ല. ദേ മനുഷ്യനെ പ്രാന്താക്കരുത്. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ തുറന്നു പറയൂ മനുഷ്യ. നമ്മൾ പരസ്പരം തുറന്നു പറഞ്ഞാ തീരുന്ന ആ പ്രശ്നം എന്താണ്? എടി, ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. അത്ര വലിയ പ്രശ്നം ഇല്ലാഞ്ഞിട്ടാണാ നിങ്ങള് വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്? ദേ ഇനി എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. എടി, അതെ, നമ്മള് വഴിയിൽ വെച്ചേ ആ ജോർജിനെ ആൻഡോയും കണ്ടില്ലേ? കണ്ടു. അതിന് അപ്പോ സാറയെ പറ്റി ജോർജ് പറഞ്ഞില്ലേ? സാറയോ? ഏത് സാറാ? എടി, അതെ, ആ പണി കഴിഞ്ഞ് എല്ലാവരും പോയില്ലേ? അപ്പോ സാറയും ഞാനും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സൈറ്റിലേ. എന്നിട്ടെന്ത്, അവളുടെ ഭർത്താവ് അന്തോണി വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അതിന്? അല്ല, ആ വിഷയത്തില് എന്നെ നിനക്ക് വല്ല സംശയമുണ്ടോ? അവര് പറയുമ്പോഴോ ഇപ്പോഴീ നിമിഷം വരെ എനിക്കൊരു സംശയമില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് സംശയമുണ്ട്. വികടബുദ്ധി കലഹം പരത്തുന്നു. ഏഷണിക്കാരൻ ഉറ്റമിത്രങ്ങളെ ഭിന്നിപ്പിക്കുന്നു. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 28-ാം വാക്യം. അയ്യോ എന്റെ മാതാവേ, ഈ കുടുംബം നശിച്ച്. ഞാനിവിടെ ഇറങ്ങി തരാം. എന്നിട്ട് നിങ്ങൾ ആ സാറെ വിളിച്ചോണ്ട് ഇവിടെ കൊണ്ടു താമസിപ്പിച്ചു. എന്റെ ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കൂ? ഞാൻ പറയുന്നത് കേക്കടി, നീ ഇങ്ങനെ കരയല്ലേ. ആഹാ, എന്റെ മക്കളും കൂടി വരട്ടെ, ഞാൻ കാണിച്ചു തരാം. പാവത്താനെ പോലെ ഇരുന്ന നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ? അത് ഈ പ്രായത്തില്. നീ ദൈവദോഷം പറയരുത്. അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിലേ അത് ഇല്ലെന്ന് പറയായിരുന്നു ഞാൻ. എനിക്ക് അങ്ങനെ ഒരു സംശയം വരണമെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അയ്യോ ഇല്ലാതെ മുഖമുണ്ടാവോ? അയ്യോ, ഞാനിനി ജീവിക്കണേ എന്തിനാ? കരയല്ലേ. ആ വർഗീസ് വന്നുണ്ട്. നീ കരയാതിരുന്നേ. നീ അകത്തേക്ക് പോ, അകത്തേക്ക് പോ, അകത്തേക്ക് പോ. ആ വർഗീസേ വാ. ഇവിടെ ചേച്ചി നിൽപ്പുണ്ടായിരുന്നല്ലോ. ആ, അവളകത്തേക്ക് പോയി. അല്ല, നിനക്ക് പണിയൊന്നുമില്ലേ? കുറവാണ് ചേട്ടാ. ഓ, അപ്പൊ ഇന്നലെ സാറെ കണ്ടപ്പോ സാറയാ പറഞ്ഞത് സാറാ ചേട്ടനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന്. നീ ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ ചെല്ല്, നമുക്കേ പുറത്തു വെച്ച് സംസാരിക്കാം. എന്തു പറ്റി ചേട്ടാ? ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നെ സാറ് പറഞ്ഞു ജോലി കഴിഞ്ഞ് അന്തോണി ചേട്ടൻ വരണത് വരെ കാത്തു നിന്നപ്പോ സണ്ണിച്ചേട്ടൻ സാർക്ക് കൂട്ടുനിന്ന കാര്യം. അപ്പോഴല്ലേ സാറ് എന്റെ കാര്യം പറഞ്ഞത്. നിനക്ക് ജോലി വേണോ? ഈ കോമ്പൗണ്ടിൽ നിന്ന് സാറാ സാറാന്ന് പറയരുത്. ഓഹോ, അപ്പൊ പുറത്തു നിന്ന് സാറാ സാറാന്ന് പറയാ അല്ലേ? നീ മിണ്ടരുത്, നിനക്കൊന്നും അറിയില്ല. ഇതുവരെ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു, ഇപ്പൊ എനിക്ക് എല്ലാം അറിയാം. തന്റെ പേരെന്താന്നാ പറഞ്ഞേ? വർഗീസ്. തനിക്ക് ജോലി വേണോ? വേണം. എങ്കിൽ സാറ് എന്താ പറഞ്ഞെന്ന് പറ. ഇനി മുതൽ എല്ലാ വർക്ക് സൈറ്റിലും ഈ ആനി ഉണ്ടായിരിക്കും. ഞാനായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സാറ് എന്താ പറഞ്ഞത് അത് താൻ പറ. ഈ സണ്ണിച്ചേട്ടനോട് സാറ എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സാറ പറഞ്ഞു ഈ സണ്ണിച്ചേട്ടനോട് പറഞ്ഞ
എനിക്ക് ജോലി റെഡി ആയിരിക്കും എന്നും പറഞ്ഞു. ഈ പറഞ്ഞത് കേട്ടില്ലേ മനുഷ്യ? ഇത് പോലെ നിങ്ങക്ക്. എന്റെ ദൈവമേ, ഞാനിത് എന്റെ പൊന്നു സാറേ. ജീവിച്ചിരിക്കൂല. അയ്യോ, സാറേ. സാറേ നല്ല ആനി എന്നാ ഞാൻ പറഞ്ഞത്. അയ്യോ. അപ്പൊ ചേട്ടാ സാറ് പറഞ്ഞ കാര്യം എന്തായി? ഓ, ഇനി ഇവിടെ നിന്ന് സംസാരിച്ച നിന്നെ ചവിട്ടി കൊല്ലുന്ന. ആയി ചേട്ടാ, ഞാൻ പോണം. അവന്റെ ഒരു സാറ. ഹ. ഓ, എന്റെ ദൈവമേ, ആനി. എന്റെ പൊന്നോ. എടാ വർഗീസേ, നീ എന്താണ് ചില പന്തം കണ്ട പെരിച്ചാഴിനെ പോലെ വരണത്? പെരിച്ചാഴി അല്ലടാ, 2 സിംഹങ്ങളെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. എന്നെ കടിച്ചു കീറിയില്ലെന്നേ ഉള്ളൂ. സിംഹങ്ങളോ? നീ എന്താ കോമഡി പറയണ? എടാ ഞാൻ സത്യമാണ് പറയണത്. ആ സണ്ണിച്ചേന്റെ വീട്ടിൽ നിന്നാ ഞാൻ വരണത്. ആ വഴിക്കാണോ സിംഹം? ഓ ദൈവമേ, ഞാനും സണ്ണിച്ചേന്റെ വീട്ടിലേക്കാണേ. ഓ വന്നേ ചൂട് കൂടിയട്ടെ കാട്ടിലുള്ള മൃഗങ്ങള് നാട്ടിലേക്ക് ഇറങ്ങണേ. അല്ല, സിംഹങ്ങള് നമ്മുടെ നാട്ടിലും എത്തിയ? നീ എന്ത് തേങ്ങയെ പറയണത്? ഞാൻ സിംഹങ്ങളെന്ന് ഉദ്ദേശിച്ചതേ ആ സണ്ണിച്ചേട്ടനെയും അയാളുടെ ഭാര്യയാണ്. ഞാൻ ആ ഹെൽപ്പർ സാറ പറഞ്ഞിട്ടാണ് അവിടെ ചെന്നത് സണ്ണിച്ചേട്ടനെ കാണാൻ. ഞാനും സാറയുടെ കാര്യം പറയാൻ വേണ്ടിട്ടാ പോണത്. ഒരു സോറി പറയാൻ. നല്ല ടൈമാ, അങ്ങോട്ട് ചെല്ല്. അവർ കീറിപ്പറിച്ച് തിന്നുന്നതിനെ അത്രയ്ക്ക് പ്രാന്തായി നിൽക്കുക അവര്. അതുകൊണ്ട് നീ ചെല്ലണ്ട. എടാ, എന്താണ് സണ്ണിച്ചേട്ടന്റെ വീട്ടിൽ പ്രശ്നം? പുള്ളിയുടെ അയൽക്കാരൻ ഗർവാസി സാച്ചാൻ എന്നെ വിളിച്ച് പറഞ്ഞത്. ആ സാറയുടെ പേര് പറഞ്ഞ പ്രശ്നം. ഷോ, ഇത് ഇത്രയും വലിയ പ്രശ്നമാവും ഞാൻ വിചാരിച്ചില്ല. ഒരു സോറി പറയാൻ പോലും പറ്റിയില്ലല്ലോ. സണ്ണിച്ചേട്ടന്റെ പോലത്തെ ആളല്ലേ ആ വന്നത്? സണ്ണിച്ചേട്ടനെ പോലത്തെ ആളാ. പിന്നെ? സണ്ണിച്ചേട്ടനാണ് പറഞ്ഞത്. ആ ശരിയാണല്ലോ. എന്റെ ചേട്ടാ, ഇത് ഇങ്ങനെയാ? എന്റെ ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നേരത്തെ തന്നെ ക്ലിയർ ചെയ്യണമെന്ന്. ഇപ്പൊ ക്ലിയർ ചെയ്ത് ഇത്രയും. അപ്പൊ കുറച്ചും കൂടി വൈകിയിരുന്നെങ്കിലാ? ചേട്ടോ, ഒരു സംശയം ഇല്ലാതിരുന്ന എന്റെ ഭാര്യയെ ക്ലിയർ ചെയ്യാൻ പോയിട്ടാടാ ഞാനിപ്പോ ഈ പരുവത്തിലായത്. ഇതിനെല്ലാം കാരണക്കാരൻ നീയാടാ. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. 1 പത്രോസ് 3:10 നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.